മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 145ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ബൈബിൾ പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 99 മുതൽ 102 വരെ, 1 കൊരിന്ത്യർ 12-ാം അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. ഓൾറെഡി എല്ലാവരും വായിച്ച് പഠിച്ചിട്ടിരിക്കുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം, ഒരു പറവയുടെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ചേരുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആയുധത്തിന്റെ പേര് കാണാം. പറവ ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു പറവയുടെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ചേരുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആയുധത്തിന്റെ പേര് കാണാം. പറവ ഏത്? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 3 അക്ഷരമുള്ള ഒരു പദത്തിന്റെ നടുവിലുള്ള അക്ഷരം മാറ്റിയാൽ ഒരു ഉപകരണത്തിന്റെ പേര് ലഭിക്കും. ഈ ഉപകരണത്തിന് ബൈബിളിൽ മറ്റൊരു പേരാണ്. എങ്കിൽ 3 അക്ഷര വാക്ക് ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. 3 അക്ഷരമുള്ള ഒരു പദത്തിന്റെ നടുവിലുള്ള അക്ഷരം മാറ്റിയാൽ ഒരു ഉപകരണത്തിന്റെ പേര് ലഭിക്കും. ഈ ഉപകരണത്തിന് ബൈബിളിൽ മറ്റൊരു പേരാണ്. എങ്കിൽ 3 അക്ഷര വാക്ക് ഏത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞങ്ങൾ സഹോദരന്മാരും പുരോഹിതന്മാരുമാണ്. ഞങ്ങളുടെ പേര് എഴുതാമോ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഞങ്ങൾ സഹോദരന്മാരും പുരോഹിതന്മാരുമാണ്. ഞങ്ങളുടെ പേര് എഴുതുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, യഹോവ ഏതിന്റെ മുകളിൽ വാസം ചെയ്യുന്നു? യഹോവ ഏതിന്റെ മുകളിൽ വാസം ചെയ്യുന്നു? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേൾക്കുക അല്ലെങ്കിൽ കേൾവി, മണം പിടിക്കുക അല്ലെങ്കിൽ മണപ്പിക്കുക എന്നീ 2 വാക്കുകളുടെ അർത്ഥം എഴുതുക. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. കേൾക്കുക അല്ലെങ്കിൽ മണം പിടിക്കുക എന്നീ 2 വാക്കുകളുടെ അർത്ഥം എഴുതുക. ഓക്കെ. അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇപ്പോഴേ എന്ന് വെച്ചാൽ പോർഷൻസ് നന്നായിട്ട് വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഇപ്പോഴെ തന്നെ ഉത്തരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എനിവേ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇതിന്റെ ഉത്തരം വിത്ത് റെഫറൻസ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ. ശരി ഉത്തരങ്ങൾ നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഉത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.